ഹായ്, എടെക് ഇൻഡസ്ട്രിയിൽ 300% ROI ഓഫർ ചെയ്യുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഡിസ്കസ് ചെയ്യാനാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. സോ ഇന്ന് നമ്മുടെ കൂടെ 20+ ഇയേഴ്സ് ആയിട്ട് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ലൈക്ക് ഒരു അക്കാദമിക് റിസർച്ച് ഹെഡായിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ദെൻ ലീഡിങ് MNCയുടെ എഡ്യൂക്കേഷൻ MNCയുടെ വൈസ് പ്രസിഡൻ്റായി അവിടുന്ന് ഇപ്പോൾ കറൻ്റ്ലി 3 എടെക് സ്ഥാപനങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന, അതിന് പുറമെ ഒരുപാട് ഫ്രാഞ്ചൈസീസിനൊക്കെ ഡിഫറെൻറ്റ് സെക്ടേഴ്സിൽ ഫ്രാഞ്ചൈസി കൺസൾട്ടേഷനോട് കൊടുത്തുകൊണ്ടിരിക്കുന്ന മിസ്റ്റർ ദീപക് സാറാണ്. ദീപക് പണ്ഡിറ്റ് സാറിനെ ഈ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പോഡ്കാസ്റ്റ് താങ്ക് യു സോ മച്ച്. സോ ദീപക് സാർ, നമുക്കിപ്പം ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതാണ്. 300% ROI പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു എടെക് ബിസിനസ് ഓപ്പർച്യൂണിറ്റി. സാർ ഇതിനെങ്ങനെ നോക്കി കാണുന്നു? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ്. ഇറ്റ് വാസ് ലൈക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രീനെ കുറിച്ചാണ് ആദ്യം എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയി പറയേണ്ടത്. അതേപോലെ ഫ്രാഞ്ചൈസിങ്, ഇത് രണ്ടും ഒരു ഡെഡ്ലി കോമ്പിനേഷനാണ്. ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ 300% നത്തിങ്. അതിൽ കൂടുതൽ പോസിബിലിറ്റി ഉണ്ട്, കാരണം വി ആർ ചേഞ്ചിങ് ലൈഫ്സ്. അതുകൊണ്ട് തന്നെ അതിന് പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് റിഗാർഡിങ് മൈ എക്സ്പീരിയൻസ്, ഞാനൊരു കമ്പ്യൂട്ടർ ടീച്ചറായിട്ട് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തതാണ് ഒരു ഭവൻസ് സ്കൂളിൽ. ഓക്കെ. അതിനുശേഷമാണ് ഐ ബിക്കം എ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി വർക്ക് വിത്ത് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് എഡ്യൂക്കേഷൻ നെറ്റ്വർക്ക്, അതിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു. അതിനുശേഷം ഐ ബിക്കം എ ഡയറക്ടർ ടു വൺ ഓഫ് ഇറ്റ്സ് ഡിവിഷൻ. അതിനുശേഷം ഐ സ്റ്റാർട്ടഡ് മൈ ഓൺ ആക്ച്വലി 2 എടെക് കമ്പനീസ്. ഒന്ന് ഡിസ്ട്രിബ്യൂഷൻ മോഡലാണ്, ഒന്ന് ഫ്രാഞ്ചൈസിംഗാണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് ഫ്രാഞ്ചൈസി സെറ്റപ്പ് ചെയ്യുന്നത് അറൗണ്ട് ഇൻ 12 countries. ഐ സെറ്റ് അറൗണ്ട് 300+ centers. സോ ഐ ബിലീവ് ദാറ്റ് ഹാസ് ഗിവൺ മീ ദ ഐ ടു സീ ഓപ്പർച്യൂണിറ്റീസ് ഇൻ എടെക്. എടെക്കിൽ എന്ത് കണ്ടാലും ഞാൻ മൈ ഐ സേ ഇംപ്ലിസിറ്റ്ലി ഗോസ് ദെയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ദ മൊമെൻറ്റ് ഐ ഹേർഡ് അബൌട്ട് ദിസ് 300% ROI, ഞാൻ അങ്ങനത്തെ ഒരു ആഡ് കണ്ടപ്പോൾ തന്നെ മൈ ഐസ് വാസ് ആക്ച്വലി സ്റ്റക്ക് ഓൺ ദാറ്റ്. ഐ ഡിഗ് ഡീപ്പ് ആൻഡ് ഐ ഫൗണ്ട് ദാറ്റ് ദിസ് ഇസ് കംപ്ലീറ്റ്ലി ട്രൂ. അതെന്താണെന്നുള്ളത് വിൽ ഡിസ്കസ്, ബട്ട് ദിസ് ഇസ് 100% ജെന്വിൻ, 100% ട്രൂ. കാരണം ഒരുപാട് സ്കാം എടെക്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഒരുപാട് ബ്ലഫ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ബട്ട് ദ മൊമെൻറ്റ് ഐ എൻറ്റേർഡ് ദ ട്രൂത്ത് ഓർ ദ കോർ ഓഫ് ദിസ്, ഐ ഹാവ് ഫൗണ്ട് ദാറ്റ് ദിസ് ഇസ് കംപ്ലീറ്റ്ലി ട്രൂ. സോ ആസ് എ എഡ്യൂക്കേഷൻ എൻതൂസിയാസ്റ്റ്, അല്ലെങ്കിൽ ഇത്രയും വർഷത്തെ ഒരു എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി ഈസ് ഇവോൾവിങ്, റൈറ്റ്? സോ ഏത് രീതിയിലാണ് സാർ ഇത് നോക്കി കാണുന്നത്? ഓക്കെ, ഒരു മനുഷ്യന് ഒഴിവാക്കാൻ പറ്റാത്തതാണ് ഫുഡ്, വാട്ടർ, ഷെൽട്ടർ. 4ാമത് ചോദിച്ചത് എഡ്യൂക്കേഷനാണ്. ഐദർ ഇമ്പൾസീവ് ഓർ കമ്പൾസീവ്. 10ാം ക്ലാസ് വരെ പഠിച്ചേ പറ്റും, ഇറ്റ്സ് കമ്പൾസീവ്. അത് കഴിഞ്ഞ് ഇമ്പൾസീവായിട്ട് ഗ്രോത്ത് ആറ്റിറ്റ്യൂഡിൽ ആരും അവർ പഠിച്ചുകൊണ്ടേയിരിക്കും, അറിയാലോ. സോ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി ഇറ്റ്സ് ഓൾവേസ് എ റിസഷൻ പ്രൂഫ് ഇൻഡസ്ട്രി. അതുകൊണ്ടാണ് കൺസിസ്റ്റൻ്റ്ലി ഞാൻ ഒരുപാട് ഇൻഡസ്ട്രീനെ കൺസൾട്ട് ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടം, ഐ സ്ട്രോങ്ലി പ്രപ്പോസ് എഡ്യൂക്കേഷൻ ബിക്കോസ് ഇറ്റ് ഹാസ് എ CAGR ഓഫ് അറൗണ്ട് 8.5%. കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഇസ് ക്ലോസ് ടു 9%, വിച്ച് ഇസ് നമ്മുടെ ഇന്ത്യൻ ഗ്രോത്തിൻ്റെ ശരാശരിയേക്കാൾ 2-3% ഹയറാണ്. വൺ ഫാക്ടർ. സെക്കൻഡ് ഫാക്ടർ, വാട്ട് കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ ആർ യു ഗിവിങ്? വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിനകത്ത് തന്നെ റൈസിങ് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി ഉണ്ട്, ഫോളിങ്ങും ഉണ്ട്. ഇത് വൊക്കേഷണൽ സ്കില്ലിംഗ് ആണ്. ആൾക്കാർ പൈസ സ്പെൻഡ് ചെയ്യുക എന്തിനു മുകളിൽ? വേർ ദേ ക്യാൻ ഏൺ. അതുകൊണ്ട് തന്നെ വൊക്കേഷണൽ സ്കില്ലിംഗ്, ജോലിയിലേക്ക് കണക്ട് ചെയ്യുന്ന എന്ത് സ്കില്ലിനും ദർ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ പ്രപ്പോസ് ചെയ്ത് 300% ROI പ്രപ്പോസ് ചെയ്ത KC Global, വാട്ട് ദേ പ്രപ്പോസസ് +2 കഴിഞ്ഞ് വെറും +2 ക്വാളിഫിക്കേഷനുള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ അതിന് ബേസിക് ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്ക് 1 വർഷം കൊണ്ട് പഠിച്ചാൽ 4 മുതൽ 15 ലക്ഷം വരെ സാലറി, ആനുവൽ സാലറി, പ്ലസ് ഗൂഗിൾ, ഫേസ്ബുക്ക്, അതേപോലെ ടെസ്ല, അല്ലെങ്കിൽ KPMG, ഡെലോയിറ്റ് പോലുള്ള കമ്പനികളുടെ പ്ലേസ്മെൻറ്റ്. ദാറ്റ് ഷുഡ് ഗിവ് മോർ ദാൻ 300% എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. സോ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി, ഒബ്വിയസ്ലി ഇറ്റ്സ് എ റൈസിംഗ് ഇൻഡസ്ട്രി ആൻഡ് ഇറ്റ്സ് ഓൾവേസ് എ റൈസിംഗ് ഇൻഡസ്ട്രി. സെക്കൻഡ്ലി, ദ ഓപ്പർച്യൂണിറ്റി 300% ROI ഇസ് ഓൾസോ എ ഫാക്ട്. സോ സാറെ സംബന്ധിച്ചിപ്പം KC Global പറ്റി പറയുന്ന സമയത്ത് അത് കേരളത്തിൽ നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഒബ്വിയസ്ലി കേരള, നമ്മളെല്ലാവരും വിദ്യാഭ്യാസത്തിനെ മാനിക്കുന്ന ആൾക്കാരാണ്. ഐ ഹാവ് വർക്ക്ഡ് ഇൻ അറൗണ്ട് 12 states ഇൻ ഇന്ത്യ. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ പഠിക്കുന്നതും പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള സംസ്ഥാനം പൊതുവേ കേരളമാണ്, നോ ഡൗട്ട് ഇൻ ഇറ്റ്. അതേപോലെ നമ്മുടെ ആൾക്കാർക്ക് ഈ പ്രൊഫഷനോട് ഭയങ്കര താല്പര്യമാണ്. മകൻ ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. വി ആക്ച്വലി വാല്യൂ ഇറ്റ്. അതൊരു വലിയ ഫാക്ടറാണ്. വാട്ട് ദേ ഏൺ എന്നുള്ളതിലുപരി വി ഓൾവേസ് ലുക്ക് ഫോർ ദറ്റ് സോഷ്യൽ ആക്സെപ്റ്റൻസ്. ആൻഡ് ദ തേർഡ് ആസ്പെക്ട് ഇസ്, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനം ഉള്ളത്. നമ്മുടെ ഇന്ത്യയും ലോകവും അറിഞ്ഞ ഒരു വലിയ എടെക് ബ്രാൻഡ് അതൊരു കണ്ണൂരുകാരൻ്റെതായിരുന്നു. വിച്ച് മീൻസ് കേരള ഇസ് ദ ബിഗ്ഗസ്റ്റ് മാർക്കറ്റ് ഇഫ് യു ലുക്ക് ഇൻ ടു എഡ്യൂക്കേഷൻ ആസ് എൻ ഇൻഡസ്ട്രി.
റീസെൻ്റ്ലി ഇഫ് യു ലുക്ക് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും, ഒരുപാട് നമ്മുടെ നാട്ടിൽ തന്നെ ബാനേഴ്സ് നോക്കുകയാണെങ്കിൽ US അല്ലെങ്കിൽ UK CMA CPA പോലുള്ള അക്കൗണ്ടിങ് അല്ലെങ്കിൽ ടാക്സേഷൻ പ്രോഗ്രാമിന് ഒരുപാട് ഡിമാൻഡ് വന്നിട്ടുണ്ട്. ഒന്നാമത്തെ റീസൺ എന്താ വെച്ചാൽ കേരളം ഒരുപാട് ഇൻഡസ്ട്രീസിനെ വെൽക്കം ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറി. ഇപ്പോൾ റീസെൻ്റ്ലി പോലും ഏൺസ്റ്റ് ആൻഡ് യങ് എന്ന കമ്പനി 5,000+ വേക്കൻസീസ് കേരളത്തിൽ മാത്രം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. വിച്ച് മീൻസ് ഗ്ലോബൽ ടാക്സേഷന് ദർ ഇസ് ഓൾവേസ് എ വാല്യൂ. ഇനി മൂന്നാമത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടന്റിനേക്കാൾ, ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ പാസ് പെർസെൻറ്റേജ് എന്നോട് പറയുന്നില്ല, കാരണം ഐ ഡു നോട്ട് വോണ്ട് ഡിമോറലൈസ് എനിവൺ ഹൂസ് ആക്ച്വലി ആസ്പയറിംഗ് ടു ഡു ദാറ്റ്. ബട്ട് അതർവൈസ് ഇതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് വേ 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 ഹയർ. ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പഠിക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ്. ഐ വിൽ സേ ഒരു 30% എഫേർട്ട് ഇട്ടാൽ വി ക്യാൻ ഗെറ്റ് ദിസ് ഗ്ലോബൽ ക്വാളിഫിക്കേഷൻ. ദെൻ വൈ ഷുഡ് സമൺ ബി ലൈക്ക് ഡെസ്പറേറ്റ് ആഫ്റ്റർ ദാറ്റ്? ഒരുപാട് അപ്പോൾ അവസരങ്ങൾ വന്നിട്ടുണ്ട്. ദർ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി ഔട്ട് ദർ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി കഴിഞ്ഞ ഒരു മേ ബി 1.5 years ഒരു 2.3 lakh വേക്കൻസീസ് ഗ്ലോബൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ടാക്സേഷന് അവൈലബിൾ ആണ്. ഇതെല്ലാം കൂടി കണക്ക് കൂട്ടുന്ന സമയത്ത് ഐ ബിലീവ് ദിസ് ഇസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. അതുകൊണ്ടാണ് റീസെൻ്റ്ലി ഐ ഹവ് സീൻ ഫ്യൂ ബ്രാൻഡ്സ് ദേ ഹാവ് ടേക്കൺ ദ ഫേസസ് ഓഫ് ബിഗ്ഗസ്റ്റ് സെലിബ്രിറ്റീസ് ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും വലിയ താരങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടാണ് ചെയ്യുന്നത്. വൈ? ബിക്കോസ് ദർ ഇസ് എ ഹ്യൂജ് ഗ്യാപ്പ് ഇൻ ദിസ് ബിസിനസ് ആൻഡ് ലോട്ട് ഓഫ് പീപ്പിൾ ക്യാൻ ബി ഇമ്പാക്ട്. ഒരുപാട് കുട്ടികളുടെ ലൈഫ് മാറ്റിമറിക്കാൻ കപ്പാസിറ്റി ഉള്ളൊരു ഏരിയ ആണിത്. അതുകൊണ്ട് തന്നെ എനി ക്രെഡിബിൾ ഓർഗനൈസേഷൻ, നമ്മുടെ ഒരു മേ ബി ഒരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ, ടാലി, SAP, അതല്ല ഓൾറെഡി CMA CPA CA കോഴ്സ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ, അതല്ല ഇഫ് യു ആർ എൻ ഓൺടർപ്രണർ ഹു വിഷ് ടു ഡു സംതിങ് ഇൻ എഡ്യൂക്കേഷൻ, EdTech, AI ഒക്കെ ഇൻ്റഗ്രേറ്റഡ് EdTech താല്പര്യം ഉണ്ടെങ്കിൽ KC Global ഇസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. സോ വൈ ഡു ഐ കോൾ ദിസ് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി? ഒന്ന്, കുട്ടികൾ ഏറ്റവും ഷോർട്ടസ്റ്റ് സ്പാനിൽ 1 വർഷം കൊണ്ട് കുട്ടികൾ പഠിച്ചിറങ്ങുന്നു. ഗൂഗിൾ, ഫേസ്ബുക്ക് പോലുള്ള കമ്പനികളിൽ ജോലി കിട്ടുന്നു. ആൻഡ് ദേ ആർ ഗെറ്റിംഗ് സാലറീസ് വിച്ച് ആർ വെരി ലുക്രേറ്റീവ്, 4 lakhs to 15 lakhs. ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്താൽ കേരളത്തിൽ ഹൂ വുഡ് സേ നോ ടു ഇറ്റ്? ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കുന്ന സമയത്ത് തന്നെ വി ആർ ഓൾസോ ഗെറ്റിംഗ് എ ഗ്രേറ്റ് ROI, നോട്ട് ലെസ് ദാൻ 200 to 300%. ദാറ്റ് മേക്സ് ഇറ്റ് വെരി സ്പെഷ്യൽ. നിലവിൽ ഇപ്പോൾ എഡ്യൂക്കേഷൻ സെക്ടറിൽ സാർ ഒരുപാട് ബിസിനസ് മോഡലുകൾ കണ്ടിട്ടുണ്ടാവും, കണ്ടു പരിചയിച്ച ഒരുപാട് ബിസിനസ് മോഡലുകളുണ്ടാവും. അതിലൊക്കെ വ്യത്യസ്തമായിട്ട് എന്തുകൊണ്ടാണ് KC ഗ്ലോബലിനോടൊരു പ്രത്യേക സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു താല്പര്യം തോന്നാനുള്ള കാരണം? ഐ ആം എ ഹ്യൂജ് പ്രൊമോട്ടർ ഓഫ് ദിസ് KC ഗ്ലോബൽ. ഒന്നാമത്തെ റീസൺ ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഒരു +2 കഴിഞ്ഞ കുട്ടിയാണ്. അയാളൊരു 6 മാസം അല്ലെങ്കിൽ 8 മാസം ഒരു കോഴ്സ് പഠിക്കുന്നു. അതും ഫുള്ളി AI ഡ്രിവൺ ആയിട്ടൊരു പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ. എന്നിട്ട് അവർക്കൊരു ജോലി കിട്ടുവാണ്. ഒരു 4 to 5 lakhs ആനുവൽ സാലറി, അതായത് ഒരു മാസം 50,000 rupees സാലറി അപ്രോക്സിമേറ്റ്ലി. ആൻഡ് ദേ ആർ വർക്കിംഗ് ഇൻ ഗൂഗിൾ, ഫേസ്ബുക്ക്, ടെസ്ല പോലുള്ള കമ്പനികൾ. ഹൂ വുഡ് സേ നോ ടു ഇറ്റ്? ഒന്ന്. അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എൻറോൾഡ് ഏജൻറ് എന്ന് പറഞ്ഞ കോഴ്സാണ് ഞാനിപ്പം ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. എൻറോൾഡ് ഏജൻറ് എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞ് ഏത് സ്ട്രീമും, സയൻസ് ആയിക്കോട്ടെ, ആർട്ട് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഇസ്, അവർക്ക് +2 കഴിഞ്ഞൊരു കുട്ടിക്ക് ആദ്യം ഒരു പ്രീ അസസ്മെൻറ്റ് എടുക്കുന്നു. അതായത് അവരുടെ ക്വാളിഫിക്കേഷൻ, അവരുടെ കറണ്ട് സ്കിൽസിൽ അളക്കുന്നു. അതിനുശേഷം അവർ വീഡിയോസ് വെച്ച് ഓൺലൈൻ ലൈവ് ക്ലാസ്സസും ഓൺലൈൻ റെക്കോർഡഡ് ക്ലാസ്സസും വെച്ച് പഠിക്കുന്നു. ബിറ്റ് സൈസ്ഡ് വീഡിയോസ് വെച്ചിട്ട് ബുക്സ് റെഫർ ചെയ്യുന്നു, മോക്ക് ടെസ്റ്റ് എഴുതുന്നു, ക്ലാസ് എടുക്കുന്നതെല്ലാം 15 years+ എക്സ്പീരിയൻസ് ഉള്ള പ്രൊഫസേഴ്സ്. അത് കഴിഞ്ഞ് അവർക്ക് ആക്ച്വൽ മോക്ക് ടെസ്റ്റ്, അൺലിമിറ്റഡ് മോക്ക് ടെസ്റ്റ് എഴുതുന്നു. ദ മൊമെൻറ്റ് ദേ ആർ ഫീലിംഗ് കോൺഫിഡൻറ്റ്, ഒരു 85% മാർക്ക് കിട്ടി, നൗ ഐ എം റെഡി ടു ഗോ അഹെഡ് എന്നുള്ള ഫീലിംഗ് ഉള്ള സമയത്ത് ആക്ച്വലി ദേ ഗോ ഫോർ എക്സാം. അതിന് മുൻപ് മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ടാണ്. ഫോർ എക്സാമ്പിൾ ഗൂഗിളിലോ, EY-ലോ അല്ലെങ്കിൽ ഇതേപോലെ വലിയ വലിയ ഡിലോയിറ്റിലൊക്കെ വർക്ക് ചെയ്യണേ മെൻറ്റേഴ്സ് വന്ന് കുട്ടികളോട് സംസാരിച്ച് അവർ കോൺഫിഡൻ്റ് ആണെന്ന് ഫീൽ ചെയ്ത് എക്സാം എഴുതുന്നു. എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞാൽ ദേ ആർ ഗെറ്റിംഗ് 3 guaranteed ഇൻ്റർവ്യൂസ്. അതായത് ഇതേപോലെ ഹയർ ആൻഡ് ഓർഗനൈസേഷനിൽ അവർക്ക് മിനിമം 3 ഇൻ്റർവ്യൂസ് ഗ്യാരണ്ടിയാണ്. ഹൗ ഡു യു സീ ദിസ് ബിസിനസ് മോഡൽ? ഇങ്ങനെ കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിൽ കുട്ടികൾ കിട്ടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? So this is where this stands very special, and someone who is already into this industry, ഈ ഇൻഡസ്ട്രി അരച്ച് കലക്കി കുടിച്ച ഒരാൾക്ക് മാത്രമേ ഇത്രയും ബ്യൂട്ടിഫുൾ മോഡൽ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ആൻഡ് ദാറ്റ് ഇസ് നൺ അതർ ദാൻ മിസ്റ്റർ കമൽ ചബ്ര. അദ്ദേഹം ഈസ് ഇന്ത്യൻ CA പ്ലസ് എ US CPA, ഇതെല്ലാം കഴിഞ്ഞ ഒരാളാണ്. ഹി ഹാസ് വർക്ക്ഡ് ഇൻ അറൌണ്ട് 3-4 കോണ്ടിനെൻറ്റ്സ്. EY-ൽ വർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. ഹി ഹാസ് വർക്ക്ഡ് ഇൻ PwC. ഇങ്ങനെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ക്ലാസ് എടുക്കുകയാണ്. ഇതേപോലെ ഹി ഹാസ് എ ഗ്രേറ്റ് ടീം കേട്ടോ. ഇങ്ങനത്തെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ജീനിയസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദർ ഇസ് എ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ഫോർ ദിസ്. ഓക്കെ, സോ വാട്ട് വുഡ് ബി ദ റോൾ ഓഫ് എ ഫ്രാഞ്ചൈസി? KC ഗ്ലോബലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ഫ്രാഞ്ചൈസിയുടെ റോൾ എന്തൊക്കെയായിരിക്കും?
ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. നോർമലി ഫ്രാഞ്ചൈസിങ്ങിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് ഫോഫോ എന്ന് പറഞ്ഞാൽ ഫ്രാഞ്ചൈസി ഓൺഡ്, ഫ്രാഞ്ചൈസി ഓപ്പറേറ്റഡ്, ഫ്രാഞ്ചൈസി ഓൺഡ് കമ്പനി ഓപ്പറേറ്റഡ്, ഫ്രാഞ്ചൈസി ഇൻവെസ്റ്റഡ് കമ്പനി ഓപ്പറേറ്റഡ്. ഒരു 12 ഫോർമാറ്റ്സ് ഉണ്ട് ഇതിൻ്റെ കോമ്പിനേഷൻ ആൻഡ് പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ട്. സോ ഇതിനകത്ത് ദ ബിഗ്ഗസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഹിയർ ഇസ് വി ഹാവ് മിനിമൽ ഇൻ്റർവെൻഷൻ. കാരണം ഇവരുടെ സപ്പോർട്ട് സൈഡ്, കെ സി ഗ്ലോബൽ സപ്പോർട്ട് സൈഡ് നോക്കുവാണെങ്കിൽ ലീഡ് ജനറേറ്റ് ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യും. സ്റ്റുഡൻറ്റ് അഡ്മിഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് അഡ്മിഷന് വേണ്ടിയുള്ള കൗൺസിലേഴ്സ് ട്രെയിനിങ്, മാർക്കറ്റിംഗ് ട്രെയിനിങ്, അത് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് മെറ്റീരിയൽസ് ആർ ഗിവൺ ബൈ ദം. സോഷ്യൽ മീഡിയ, നമുക്ക് പേജസ്, എവറിത്തിങ് ഇസ് ഡൺ ബൈ ദം. ഇനി അത് കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് എടുക്കുന്ന സമയത്ത് ക്ലാസ് ടീച്ചേഴ്സ് അവർ തരുന്നു, മെൻറ്റേഴ്സിന് അവർ തരുന്നു, പ്ലാറ്റ്ഫോം അവർ തരുന്നു, കുട്ടികൾക്ക് എക്സാം എഴുതാനുള്ള സപ്പോർട്ട് അവർ തരുന്നു, എക്സാം എഴുതി കഴിഞ്ഞാൽ പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് അവർ നൽകുന്നു. സോ ഇവിടെ ആസ് എ ഫ്രാഞ്ചൈസി നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ കുട്ടികളെ മൊബിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് +2 മുതലുള്ള ഏത് സ്ട്രീമിലുള്ള കുട്ടികളെയും നമുക്ക് മൊബിലൈസ് ചെയ്യാം. ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസ്, വർക്കിംഗ് പ്രൊഫഷണൽ, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, യു ഹാവ് എ ഹ്യൂജ് റെപ്പോസിറ്ററി ഓഫ് ടാർഗറ്റ് ഓഡിയൻസ് ഔട്ട് ദെയർ. അവരെ കൃത്യമായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ദാറ്റ് വുഡ് ബി ദ ഓൺലി റെസ്പോൺസിബിലിറ്റി. ദാറ്റ് മേക്സ് ഇറ്റ് ഈസി ടു റൺ ബിസിനസ്. അതുകൊണ്ടാണ് എക്സിസ്റ്റിംഗ് സെൻറ്റേഴ്സ് നടക്കുന്ന ഒരാളോ ഇനി എക്സിസ്റ്റിംഗ് എഡ്യൂക്കേഷൻ സെക്ടർ നടക്കുന്ന ഒരാളോ എഡ്യൂക്കേഷനിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും ഈസിലി സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കെ സി ഗ്ലോബലിൻ്റെ. സോ ഇപ്പം ഫ്രാഞ്ചൈസി സംബന്ധിച്ച് ഇത്രയും എഫേർട്സ് കാര്യങ്ങൾ മാത്രമല്ല അവർ സൈഡിൽ നിന്ന് വരുന്നുള്ളൂ. സോ ഹൗ റിവാർഡിങ് ഇറ്റ് വിൽ ബി? അവർക്ക് എത്രത്തോളം അതിലൊരു ഒരു പോസിബിലിറ്റീസ് ബിസിനസ് പൊതുവെ എത്രത്തോളം പ്രോഫിറ്റ് അവർക്ക് ഇതിൽ കാണാൻ പറ്റും? ഗ്രേറ്റ് ക്വസ്റ്റ്യൻ. അൾട്ടിമേറ്റ്ലി ദിസ് ഇസ് ഓൾ ബിസിനസ് ആൻഡ് വി ഓൾ വാണ്ട് ടു ഏൺ. ഞാൻ ഇത്രയും ബോൾഡ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിട്ടില്ല. ഒരു എഡ്യൂക്കേഷൻ ഓർഗനൈസേഷൻ പറഞ്ഞു 300% റിട്ടേൺ എന്ന് പറയുന്നത്, ROI എന്ന് പറയുന്ന മറ്റൊരു പ്രപ്പോസൽ ഞാൻ കണ്ടിട്ടില്ല. ആൻഡ് വെൻ ഡീപ്പർ ഇൻ ടു ദിസ് പ്രോജക്റ്റ്, അതിൻ്റെ ഫിനാൻഷ്യൽസ് വാസ് പക്ക. ഇറ്റ് വാസ് സെയിങ് 250 to 300% ROI. ഇതിൽ പറയണത് ബേസിക്കലി ഫ്രാഞ്ചൈസ് ഫീസ് ആണ്. ദർ ഇസ് എ ഫ്രാഞ്ചൈസ് ഫീ. ഐ ഡു നോട്ട് വാണ്ട് ടു ഡിസ്ക്ലോസ് എവറിത്തിങ് അപ് ഫ്രണ്ട് ഹിയർ, ബട്ട് ഒബ്വിയസ്ലി വൺസ് ദേ ആർ ഇൻട്രസ്റ്റഡ് വി ക്യാൻ ഗിവ് ഇറ്റ്. ഇതിൽ ഫ്രാഞ്ചൈസ് ഫീസ് വെരി വെരി കോമ്പറ്റേറ്റീവ്. സെക്കൻഡിൽ യു ആർ ഗെറ്റിംഗ് ലൈസൻസസ് വേർ യു ഹാവ് 300% റിട്ടേൺ ROI. 250 to 300% റിട്ടേൺ ROI ആണ്. നമ്മൾ വാങ്ങണ പൈസേൻ്റെ 3 times ആണ് നമുക്ക് ROI ആയിട്ട് കിട്ടണത്. ദാറ്റ് മേക്സ് ഇറ്റ് വെരി വെരി അട്രാക്റ്റീവ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ദർ ഇസ് നോ ഓപ്പറേഷണൽ എക്സ്പെൻസസ്. നമുക്ക് ആകപ്പാടെ വേണ്ടത് ഒരു കൗൺസിലർ, നല്ലൊരു കൗൺസിലർ, ഒരു BDM കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ. 1-2 കോളേജ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യുവർ ലൈഫ് ഇസ് സെറ്റ് വിത്ത് ദിസ്. സോ ഫൈനലി ഹൂ ഷുഡ് കൺസിഡർ ടേക്കിംഗ് ദിസ് ഫ്രാഞ്ചൈസി? ആർക്കൊക്കെ ഈ കെ സി ഗ്ലോബലിൻ്റെ ഒരു ഫ്രാഞ്ചൈസി എടുക്കാൻ പറ്റുമോ? ആർക്കൊക്കെ ഫ്രാഞ്ചൈസി പാർട്ട്നേഴ്സ് ആവാൻ പറ്റും? Sinan, for example, I believe you are a fresher, but you are interested in education. You are my target audience. Anyone, any friend. താല്പര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വേർ നോ എഡ്യൂക്കേഷൻ ഇസ് നോട്ട് ജസ്റ്റ് അനദർ ബിസിനസ്, ഇറ്റ് ഇസ് എ സർവീസ് ടു. അതുകൊണ്ട് തന്നെ ഇതൊരു ഒരു കാഴ്ചപ്പാടിൽ ബിസിനസ് പ്ലസ് സർവീസ് കാണാൻ പറ്റുന്ന ആൾക്കാർക്ക് മാത്രമേ എഡ്യൂക്കേഷനിലേക്ക് ശരിക്കും എൻ്റർ ചെയ്യാൻ കഴിയുള്ളൂ. ബിക്കോസ് ദ കോസ്റ്റ് ഇസ് ബിഗ്. ഇനിയിപ്പോൾ എഡ്യൂക്കേഷൻ സെൻറ്റർ നടത്തുന്ന ആൾക്കാർ, കമ്പ്യൂട്ടർ സെൻറ്റർ, ടാലി, അങ്ങനത്തെ ബേസിക് കമ്പ്യൂട്ടർ കോഴ്സിങ് നടത്തുന്ന ആൾക്കാർക്ക്, CMA CPA CA പഠിപ്പിക്കുന്ന ആൾക്കാർക്ക്, ദേ വോണ്ട് ടു അപ്ഗ്രേഡ് ദംസെൽഫ്. ഒരു ബ്രാൻഡിൻ്റെ സപ്പോർട്ട് വേണം, പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് വേണം. ദാറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. അതല്ല, ഇനിയിപ്പം ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ് നിങ്ങൾക്കറിയാം ദ വേ ടു റീച്ച് ദർ, യു ആർ ഓൾസോ മൈ പ്രോസ്പെക്ട്. സോ ഒരു ഫ്യൂച്ചർ ഫോക്കസ്ഡ് ആയിട്ട് നല്ലൊരു സോളിഡ് ടീമിൻ്റെ ബാക്കപ്പോട് കൂടി തന്നെ ഈ പറഞ്ഞ പോലെ ഒരു 300% ROI ഒരു എഡ്ടെക് ബിസിനസ്സിൽ നമുക്ക് നേടാൻ പറ്റും തന്നെയാണ് സാർ പറഞ്ഞത് കൂടെ നമുക്ക് മനസ്സിലാകുന്നത്. സോ താങ്ക് യു ഫോർ യുവർ ടൈം ആൻഡ് താങ്ക് യു ഫോർ ബീങ് ഹിയർ വിത്ത് ദിസ് പോഡ്കാസ്റ്റ്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ആൻഡ് ഫ്രാഞ്ചൈസികൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ. ഒന്ന്, ഇസ് യുവർ ബിസിനസ് ഫ്യൂച്ചറിസ്റ്റിക്, ഇസ് ഇറ്റ് സ്കെയിലബിൾ, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇസ് ഇറ്റ് പ്രോഫിറ്റബിൾ. ഇതിന് 3 യെസ് പറയുന്ന ഒരു ഗ്രേറ്റ് ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. ആൻഡ് ലുക്ക് ഫോർവേഡ് ടു ഹിയർ ഫ്രം എ ലോട്ട് ഓഫ് ഓൺടർപ്രണേഴ്സ്, എഡ്യൂപ്രണേഴ്സ് ഔട്ട് ഫ്രം ദെയർ. ആൻഡ് താങ്ക് യു അഗൈൻ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, സോ അമേസിങ്. അപ്പം സാർ ഈ ഒരു ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് സോ ഈ ഒരു ബിസിനസ് മോഡലിൽ നമുക്കൊരു 300% ROI ഈസിലി പോസിബിൾ ആണെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് കെ സി ഗ്ലോബലിൻ്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്കൗട്ട് ചെയ്യാം. സോ എനിവേ, താങ്ക് യു ദീപക് സർ ഫോർ യുവർ ടൈം, ഫോർ വാല്യുബിൾ ഇൻഫർമേഷൻ. വൺസ് അഗൈൻ താങ്ക് യു.